Dear students, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഇയറിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുണ്ടാണ്. നിങ്ങളുടെ +1 എക്സാമിന് ഫോക്കസ് ഏരിയ മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ ഹയർ സ്റ്റഡി മറ്റു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ആ ചാപ്റ്ററിന് മുഴുവൻ ഭാഗം പഠിക്കണം. നമ്മൾ ഇന്നിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോക്കസ് ഏരിയ ബേസ്ഡ് പോർഷൻസാണ്. ഓക്കെ, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. നമുക്കറിയാം കൺസെപ്റ്റ് ഓഫ് മോഷനും റെസ്റ്റും. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ഇല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് എങ്ങനെ റെസ്റ്റ് ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ചോക്ക് ഇരിക്കുന്നു, ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ഇല്ല, സോ റെസ്റ്റ് എന്ന് പറയാം. ഞാനിതിങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിലോ ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സോ നമ്മളെന്ത് പറയും? മോഷനില്ല എന്ന് പറയാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പഠിക്കാനുള്ളത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. ഡിസ്റ്റൻസ് വളരെ സിമ്പിളാണ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തിട്ടുള്ള പാത്തിൻ്റെ ലെങ്ത്താണ് ഡിസ്റ്റൻസ്. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നു, അപ്പോൾ നമ്മൾ ആ ട്രാവൽ ചെയ്ത ആ ഒരു പാത്തിനെ നമ്മൾ മീറ്റർ വെച്ചിട്ടോ ഒരു സ്കെയിൽ വെച്ചിട്ടോ മെഷർ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആ ലെങ്ത്താണ് ഡിസ്റ്റൻസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. പി എന്ന പോയിന്റിൽ നിന്ന് ക്യൂ എന്ന പോയിന്റിലേക്കുള്ള ഡിഫറെൻറ്റ് പാത്തുകൾ നോക്കുക. ഇങ്ങനൊരു പാത്ത് 10 മീറ്റർ, ഇങ്ങനൊരു പാത്ത് 20 മീറ്റർ, ഇങ്ങനൊരു പാത്ത് 15 മീറ്റർ. പി എന്ന പോയിന്റിൽ നിന്ന് ക്യൂ എന്ന പോയിന്റിലേക്ക് ഡിഫറെൻറ്റ് പാത്തുകളുണ്ട്. അപ്പോൾ ഇതിലൂടെ ഒരാൾ ട്രാവൽ ചെയ്ത് വിചാരിക്കുക. പിയിൽ നിന്ന് ക്യൂ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഇതിങ്ങനെ മെഷർ ചെയ്ത് നോക്കുക, എത്രയാണ് കിട്ടുന്നത്. സപ്പോസ് 10 മീറ്റർ ആണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു 10 മീറ്റർ. ഇനി ഇതിലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ ലെങ്ത്, അപ്പോൾ ഏത് പാത്താണോ ആ പാത്തിൻ്റെ ലെങ്ത്താണ് ഡിസ്റ്റൻസ്. ഇനി ഈ ഒരു ഡയറക്റ്റ് ഡിസ്റ്റൻസ് നോക്കുക. സപ്പോസ് ഈ ഡിസ്റ്റൻസ് 8 മീറ്റർ ആയിരിക്കുക. ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പാത്ത് നോക്കിയത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, അടുത്ത പാത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, മൂന്നാമത്തെ പാത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. ഇതൊക്കെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. 3 കേസിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. എന്നാൽ ഈ ഡയറക്റ്റ് ഡിസ്റ്റൻസ് അതിന് വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? Displacement is the shortest distance between initial position and final position. Okay, listen another example. A body starts from A and reaches B and then to C. A to B distance 10 meter ആണ്, B to C distance 5 meter ആണ്. So what is total distance traveled? 10 plus 5, 15 meter. But this distance is called displacement. Okay, so AC എന്നുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ displacement. So displacement is the shortest distance or direct distance between initial position and final position. Okay. ഞാൻ ഡിസ്റ്റൻസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വേറൊരു എക്സാമ്പിൾ പറയാം. നോക്കൂ, ഇത് നിങ്ങളുടെ വീടാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീടാണ്, ഇത് നമ്മുടെ സ്കൂളാണ് വിചാരിക്കുക. സ്കൂളാണ്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഡിഫറെൻറ്റ് പാത്തുകൾ നോക്കും. ഇങ്ങനൊരു പരിപാടി 2 കിലോമീറ്റർ, ഇങ്ങനൊരു വേ 3 കിലോമീറ്റർ. ഇനി ഡയറക്റ്റ് ഡിസ്റ്റൻസ് 1.5 കിലോമീറ്റർ. 3 ഡിഫറെൻറ്റ് പാത്തുകൾ വരും. ഒന്ന് ദ ഫസ്റ്റ് പാത്ത് 2 കിലോമീറ്റർ, സെക്കൻഡ് പാത്ത് 3 കിലോമീറ്റർ ആൻഡ് ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഈസ് 1.5 കിലോമീറ്റർ. ഇപ്പോൾ ഒരാൾ ഇതിലൂടെ ട്രാവൽ ചെയ്ത് 2 കിലോമീറ്റർ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു 2. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? 1.5.
ഇനി ഇതിലൂടെ ട്രാവൽ ചെയ്തു. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 3 കിലോമീറ്റർ ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ഈസ് 1.5 കിലോമീറ്റർ. സപ്പോസ് ഇത് നോർത്താണ് ഡയറക്ഷൻ എന്ന് വിചാരിക്കുക, ഇത് സൗത്ത് ആണ് വിചാരിക്കുക. സോ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. ഡിസ്റ്റൻസ് നോക്കിയേ, ആദ്യം ഇങ്ങനെ ഡയറക്ഷൻ ആയിരുന്നു, പിന്നെ ഡയറക്ഷൻ മാറി തിരിഞ്ഞു വന്നു. ഇവിടെ നോക്കി, ഇവിടെയും ഡിഫറെൻറ്റ് ഡയറക്ഷനാണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്തിനുണ്ട്? കറക്റ്റ് ഒരു ഡയറക്ഷൻ ഉണ്ട്, ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പൊ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള ഒരു ഡയറക്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ കറക്റ്റ് ഒരു ഡയറക്ഷൻ ഉണ്ട് അതിന്. അപ്പൊ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഹാസ് നോ സ്പെസിഫിക് ഡയറക്ഷൻ, ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ഹാസ് സ്പെസിഫിക് ഡയറക്ഷൻ. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ വിളിക്കുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് വിളിക്കുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റി എന്നാണ്. ലിസൺ ചെയ്യാൻ, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. എന്നാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സ്കാലാർ ക്വാണ്ടിറ്റി. സോ ഡിസ്റ്റൻസ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സ്കാലാർ ക്വാണ്ടിറ്റിക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് പഞ്ചസാര വാങ്ങിക്കാനിരിക്കുക, നമ്മൾ പോയിട്ട് എന്താ പറയുക, എനിക്ക് 10 കിലോഗ്രാം പഞ്ചസാര വേണമെന്ന് പറയും, അല്ലെങ്കിൽ 5 കിലോഗ്രാം വേണമെന്ന് പറയും. അല്ലാതെ 10 കിലോഗ്രാം നോർത്തിലേക്ക് വേണമെന്നോ സൗത്തിലേക്ക് വേണമെന്നും പറയില്ല. ഡയറക്ഷനില്ല. നിങ്ങളോട് സമയം ചോദിച്ചു വിചാരിക്കുക, സമയം എത്രയായി? 10 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് വടക്കോട്ട് പോയിരുന്നോ, അല്ലെങ്കിൽ 10 മിനിറ്റ് അപ്പുവ ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. ടെമ്പറേച്ചർ, അങ്ങനെ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. എന്തല്ല, ഡയറക്ഷൻ ഉണ്ടാവില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളിനി പഠിക്കാൻ പോകുന്ന ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇതിനൊക്കെ തന്നെ കൃത്യമായ ഡയറക്ഷൻ ഉണ്ട്. അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, യെസ്. ഞാനിവിടെ ഒരു കാറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷൻ മാർക്ക് ചെയ്യാം. കാർ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് പി എന്ന പോയിന്റ്, ഇതിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ 0 മീറ്റർ എന്ന് എടുത്തു. ഒരു കാറിന്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു, സ്ട്രൈറ്റ് ലൈൻ മോഷനാണ്. നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നൊക്കെ സ്ട്രൈറ്റ് ലൈൻ മോഷനാണ്. ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷനിൽ ഒരു കാറിന്റെ മൂവ്മെന്റിന്റെ ഡിഫറെന്റ് പൊസിഷൻ PQRST, ഇതാണ് ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് 10 മീറ്റർ, ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് 20 മീറ്റർ, ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് 30 മീറ്റർ, ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് 40 മീറ്റർ. ഈ രീതിയിൽ ഞാൻ 3 കേസുകൾ പറയാം. ഫസ്റ്റ് കേസ്, കാറ് ക്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എസ്സിലെത്തുന്നു. ക്യൂന്ന് സ്റ്റാർട്ട് ചെയ്ത് എസ്സിലെത്തുന്നു. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ക്യൂ 10 മീറ്ററിലാണ്, എസ് 30 മീറ്ററിലാണ്. സോ 10 നിന്ന് 30യിലേക്ക് 20 മീറ്റർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു 20 മീറ്റർ. എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യൂവിൽ നിന്ന് എസ്സിലേക്കുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അത് കാണുന്നത് ഫൈനൽ പൊസിഷനിൽ നിന്ന് ഇനീഷ്യൽ പൊസിഷൻ മൈനസ് ചെയ്താൽ മതി. So final position is 30 meter minus 10 meter. So displacement S equal to 20 meter. അപ്പോൾ ഈ കേസിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ. രണ്ടാമത്തെ കേസ് നോക്കുക. ക്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എസ്സിലെത്തി, എസ്സിൽ നിന്ന് തിരിച്ച് ക്യൂവിലെത്തി. ക്യൂന്ന് സ്റ്റാർട്ട് ചെയ്ത് എസ്സിലെത്തി, തിരിച്ച് എസ്സിൽ നിന്ന് ക്യൂവിലെത്തി. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ട് 20 മീറ്റർ, തിരിച്ച് ഇങ്ങോട്ടും 20 മീറ്റർ. 20 + 20 that is equal to 40 meter. What is displacement? S equal to, എവിടുന്ന സ്റ്റാർട്ട് ചെയ്തത്? ക്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എവിടെ അവസാനിച്ചത്? ക്യൂവിൽ തന്നെ. സോ ഫൈനൽ പൊസിഷൻ 10 മീറ്റർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ 10 - 10 0. ഡിസ്പ്ലേസ്മെന്റ് എന്തായി? 0.
അതൊന്നുമില്ല. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ എന്ത് ചെയ്യാം, ഇതാണ് എൻ്റെ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ. ഞാൻ കുറച്ച് മുന്നോട്ട് നടന്ന് തിരിച്ച് ഇവിടെ തന്നെ വന്ന് നിന്നു. എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എത്ര? 0 ആയിരിക്കും. കാരണം എന്താ, ഇനീഷ്യൽ പൊസിഷൻ ഇവിടെ തന്നെയാണ്, ഫൈനൽ പൊസിഷൻ ഇവിടെ തന്നെയാണ്. പക്ഷെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എങ്ങനെ മെഷർ ചെയ്യുക? ഞാൻ അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം, തിരിച്ചിങ്ങോട്ടുള്ളതും മെഷർ ചെയ്യണം. ഓക്കെ, മൂന്നാമത്തെ ഒരു കേസ് കൂടി നോക്കാം. ഞാൻ ഇവിടെ വരയ്ക്കാം. മൂന്നാമത്തെ കേസ്, ആറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ടിയിലെത്തി, ടിയിൽ നിന്ന് തിരിച്ച് ക്യൂവിലേക്ക് വന്നു. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് മൂവ്മെന്റ്? ആറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടിയിലെത്തി, ടിയിൽ നിന്ന് തിരിച്ച് ക്യൂവിലെത്തി. എത്ര ഡിസ്റ്റൻസ് ട്രാവൽഡ്? ആദ്യം 6ൽ നിന്ന് ടിയിലേക്ക്, 20ൽ നിന്ന് 40യിലേക്ക് 20 മീറ്റർ, പ്ലസ് ടിയിൽ നിന്ന് ക്യൂവിലേക്ക് അല്ലേ 10 മീറ്റർ വരെയാണ്, 30 മീറ്റർ. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു 50 മീറ്റർ. എങ്ങനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാണാം? ഡിസ്പ്ലേസ്മെന്റ് എസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഏതാ ഫൈനൽ പൊസിഷൻ? 10 മീറ്റർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ 20 മീറ്റർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 10 മീറ്റർ. അതായത് ഈ ഡിസ്റ്റൻസ് ഇതായിരുന്നു ഇനീഷ്യൽ പൊസിഷൻ, ഇപ്പൊ ഇതാണ് ഫൈനൽ. ഇപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ്? 10 മീറ്റർ. പക്ഷെ അത് -10 ആയിട്ടാണ് കിട്ടുക. കാരണം അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ പോസിറ്റീവ് എടുത്താൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ് എടുക്കണം. നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെയുള്ള വെക്റ്റർ ക്വാണ്ടിറ്റികൾ, വെക്റ്റർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോഴും അതിന് ഡയറക്ഷൻ കൂടി മാർക്ക് ചെയ്യണം. നമ്മളൊരു ഒറിജിൻ സെറ്റ് ചെയ്തിട്ട് ഒറിജിൻ അകന്നു പോവുകയാണെങ്കിൽ നമ്മളതിന് പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കുക. ഒറിജിനിന് അടുത്തേക്ക് വരികയാണെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനാണ്. സോ ഈ 3 കേസുകളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കേസിൽ ഡിസ്റ്റൻസ് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, രണ്ടാമത്തെ കേസിലും ഡിസ്റ്റൻസ് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, മൂന്നാമത്തെ കേസിലും ഡിസ്റ്റൻസ് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. സോ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്പ്ലേസ്മെന്റ് നോക്കിയേ, ഫസ്റ്റ് 20 മീറ്റർ പ്ലസ് 20 മീറ്റർ, രണ്ടാമത്തേൽ 0, മൂന്നാമത്തേൽ മൈനസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവാം, 0 ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ, ഈ 3 നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിൽ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? എന്തൊക്കെയോ പറയാം. ഫസ്റ്റ് ഇത് പറയാം, ഡിസ്റ്റൻസ് എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്റ്റ്, whereas displacement is the shortest distance between initial position and final position. പിന്നെ പറയാം, distance is a scalar quantity, whereas displacement is a vector quantity. പിന്നെന്ത് പറയാം, distance is always positive, but displacement may be positive, 0 or negative. ഓക്കെ, ഞാൻ ഈ ഡിസ്പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എക്സാമ്പിൾ കൂടി പറയാം. കാരണം എന്താ പറയുക, ചില പ്രോബ്ലം പാർട്ടൊക്കെ വരുമ്പോൾ പോസിറ്റീവ് എപ്പോഴും എടുക്കുക, നെഗറ്റീവ് എപ്പോഴും എടുക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പൊസിഷൻ തരികയാണെങ്കിൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ അങ്ങനെ എടുക്കേണ്ടത്. അതല്ല ഡയറക്റ്റ് നമുക്ക് ഒരു ഒറിജിൻ സെറ്റ് ചെയ്ത് തരികയാണെങ്കിൽ ഒറിജിൻ അകന്നു പോകുന്നതൊക്കെ പോസിറ്റീവ്, ഒറിജിൻ അടുത്തേക്ക് വരുന്നതൊക്കെ നെഗറ്റീവ്. അങ്ങനെയാണ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യാം. ഒരൊറ്റ എക്സാം കൂടി ഫാസ്റ്റ് ആയിട്ട് പറയാം, നോക്കാം. ഞാനിവിടെ വരച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നേരെ വെർട്ടിക്കലി അപ്പോഴും മുകളിലേക്ക് പോയി. ആ ഹൈറ്റ് h ആണ്. ഇവിടെ ഒറിജിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു h, ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു പ്ലസ് h. രണ്ടും h തന്നെ. കാരണം എന്താ, ഇത് ഒറിജിൻ അകന്നു പോവാണ്. രണ്ടാമത്തെ കേസ് നോക്ക്, ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് h ഹൈറ്റിലെത്തി തിരിച്ച് അതേപോലെ താഴേക്ക് വരുന്നു. ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഇങ്ങനെ വളച്ച് മാർക്ക് ചെയ്യാം. തിരിച്ച് താഴേക്ക് വന്നു, നേരെ മുകളിലേക്ക് പോയി തിരിച്ച് താഴേക്ക് വന്നു. സോ വാട്ട് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ്? h തിരിച്ച് പ്ലസ് h.
സോ എച്ച് പ്ലസ് എച്ച്, അങ്ങോട്ട് എച്ച് തിരിച്ച് ഇങ്ങോട്ട് എച്ച്, എച്ച് പ്ലസ് എച്ച് ഈക്വൽ ടു എന്ത് കിട്ടും? 2h. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ചെയ്യാൻ? ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒറിജിനൽ ഇങ്ങോട്ടുള്ളത് എച്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ടുള്ളത് മൈനസ് എച്ച് ആയിട്ട് എടുക്കണം. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എച്ച് പ്ലസ് മൈനസ് എച്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അടുത്തൊരു കേസ് നോക്കാം. ഈ ഹൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇത് ഓൾറെഡി എച്ച് ഹൈറ്റ് ഉണ്ട്, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഈ പോയിന്റാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടുന്ന് ഇവിടെ ഒരു എച്ച് ഡാഷ് ആയിട്ട് ട്രാവൽ ചെയ്തു, തിരിച്ച് നേരെ ഗ്രൗണ്ടിലേക്ക് വന്നു. ഓക്കെ, സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ട് എച്ച് ഡാഷ്, തിരിച്ച് ഈ പോയിന്റ് ഇതുവരെ എച്ച് ഡാഷ്, സോ എച്ച് ഡാഷ് പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ട് എച്ച്, സോ 2h dash plus h, the distance traveled. ഡിസ്പ്ലേസ്മെന്റ് നോക്കിയേ, ഇങ്ങോട്ട് പ്ലസ് എച്ച് ഡാഷ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് എടുക്കണം, മൈനസ് എച്ച് ഡാഷ് മൈനസ് എച്ച്, എച്ച് ഡാഷും ക്യാൻസൽ ചെയ്യും, ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു മൈനസ് എച്ച്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, അതുപോലെ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. എപ്പോഴാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവുക? ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷനിൽ. സ്ട്രൈറ്റ് ലൈൻ മോഷനിൽ ഡിസ്റ്റൻസ് പറഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. ഓക്കെ, യെസ്, നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്, ആവറേജ് സ്പീഡ് ആൻഡ് വെലോസിറ്റി. എന്താ സ്പീഡ് എന്ന് പറഞ്ഞാൽ? സ്പീഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാം വേഗത അല്ലേ? എന്താ വേഗത? വേഗത നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു സെക്കൻഡിൽ 50 മീറ്റർ ട്രാവൽ ചെയ്തു, വേറൊരു ഒബ്ജക്റ്റ് ഒരു സെക്കൻഡിൽ 75 മീറ്റർ ട്രാവൽ ചെയ്തു. നമ്മൾ എന്താ പറയുക? 75 മീറ്റർ ട്രാവൽ ചെയ്ത ഒബ്ജക്റ്റിനാണ് സ്പീഡ് കൂടുതൽ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് സ്പീഡ്. സോ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. സ്പീഡ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. വെയർസ് വെലോസിറ്റി ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം മീൻസ് 1 second, 1 minute or 1 hour. സാധാരണ നമ്മൾ SI പറയുമ്പോൾ ഇൻ 1 second എന്ന് പറയാം. സോ വെലോസിറ്റി ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 second. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സ്പീഡിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ഡിവൈഡ് ബൈ ടൈം, മീറ്റർ പെർ സെക്കൻഡ് ഓർ മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. സിമിലർലി വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? മീറ്റർ തന്നെയാണ്, കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ്, രണ്ടിന്റെ യൂണിറ്റ് ഒന്ന് തന്നെയാണ്. ഓക്കെ, സ്പീഡ്. ഇപ്പോൾ നമുക്കൊരു വെഹിക്കിളിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ടൗണിൽ നിന്ന് വേറൊരു ടൗണിലേക്ക് ഒരു യാത്ര വിചാരിക്കും. എ എന്ന ടൗണിൽ നിന്ന് ബി എന്ന ടൗണിലേക്ക് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസ് വന്നിട്ട് 100 മീറ്റർ ആയിരിക്കാം. 100 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്, അതിന് 10 സെക്കൻഡ് എടുത്തു. എങ്ങനെ നമ്മൾ സ്പീഡ് കാണാം അല്ലെങ്കിൽ വെലോസിറ്റി കാണാം? വെലോസിറ്റി ഓർ സ്പീഡ്? വെലോസിറ്റി കാണാം. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് 100 by 10, that is equal to 10 meter per second. ഇവിടെ നമുക്ക് വെലോസിറ്റി കിട്ടി. ഇനി സ്പീഡ് കണ്ടാൽ സെയിം തന്നെ ആയിരിക്കും, കാരണം സ്ട്രൈറ്റ് പാത. ആക്ച്വലി ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ആവറേജ് വെലോസിറ്റിയാണ്. കാരണം നമ്മൾ എന്താ നോക്കിയത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് നോക്കി, ടോട്ടൽ ടൈമും നോക്കി. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കാറിൽ മൂവ് ചെയ്യാനിരിക്കുക. എ എന്ന ടൗണിൽ നിന്ന് ബിയിലേക്ക് നമ്മളൊരു കാറിൽ ട്രാവൽ ചെയ്യുന്നു. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി 0 ആണ്. പിന്നെ അതിങ്ങനെ മൂവ്മെന്റ് കൂടി 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 വരും.
പിന്നെ ഒരു നല്ല റോഡൊക്കെ കിട്ടുമ്പോൾ നന്നായിട്ട് പോകും, ചില സ്ഥലത്ത് സ്ലോ ചെയ്യും, അങ്ങനെയൊക്കെ മൂവ് ചെയ്യാം. പക്ഷേ നമുക്ക് ആ ഒരു സ്പീഡെല്ലാം ഇവിടെ കിട്ടിയില്ല, ആ ഒരു വെലോസിറ്റി അല്ല. കാരണം ഓരോ സെക്കൻഡിലും സ്പീഡ് കൂടി കുറഞ്ഞ് അങ്ങനെ പോവാം. പക്ഷെ നമ്മളെന്താ കണ്ടത്, ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള ഇനീഷ്യലും ഫൈനലും നോക്കി, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കി, ടോട്ടൽ ടൈം, അതൊരു ആവറേജ് ടൈമാണ്. എന്നാൽ ഈ വാഹനങ്ങളുടെയൊക്കെ സ്പീഡോമീറ്റർ കണ്ടെന്ന്, അത് നമ്മളിങ്ങനെ പോകുമ്പോൾ സ്പീഡ് കൂടുന്നതെന്ന് വെച്ചാൽ സ്പീഡ് കൂടി കാണിക്കും, സ്പീഡ് കുറഞ്ഞ് കാണിക്കും. അതിൽ കാണിക്കുന്നത് ശരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. ആ ഡിഫറൻസ് മനസ്സിലാക്കണം. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സ്പീഡിൽ പോയി ഒന്നും നോക്കില്ല, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കും, ടോട്ടൽ ടൈമും നോക്കും. എന്നിട്ട് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് തന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കും, അതിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നാൽ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും അതിന് സ്പീഡ് എത്രയാണ്. അപ്പോൾ സ്പീഡോമീറ്റർ ഷോ ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. നമുക്ക് സാധാരണ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയാണ്. കാരണം എന്ത് നോക്കിയാൽ മതി, നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ പറ്റും, അതിനടുത്ത് ടൈമും നോക്കുക, എന്നിട്ട് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി. സോ ആവറേജ് സ്പീഡ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ദി ടോട്ടൽ ടൈം ടേക്കൺ. ആവറേജ് വെലോസിറ്റി ഈസ് ദി ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ദി ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, ഇനി ഇവ തമ്മിൽ ഡിഫറൻസ് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും എല്ലാ ഡിഫറൻസസ് ഇവ തമ്മിലുണ്ട്. കാരണം എന്താ, ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, സോ സ്പീഡും പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആവുന്ന സമയത്ത് വെലോസിറ്റി പോസിറ്റീവ് ആവും, ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആകുമ്പോൾ വെലോസിറ്റി സീറോ ആവും, ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആകുമ്പോൾ വെലോസിറ്റി എന്താവും, നെഗറ്റീവ് ആവും. ഇനി സ്പീഡിന് പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ല, വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്. ഏത് ഡയറക്ഷനാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് അതേ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പറഞ്ഞ എല്ലാ ഡിഫറൻസും വെലോസിറ്റിയിലും സ്പീഡിലും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ 2 പോയിന്റുകൾ. അടുത്ത പോയിന്റ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പോയിന്റുകൾ ശ്രദ്ധിക്കുക: ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി. ഓക്കെ, താങ്ക് യു.